ഹലോ, അസ്സലാമു അലൈക്കും. നൈമോ സ്ട്രീം വ്ലോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം മുൻപേ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പം ഇന്ന് നമ്മൾ നെക്കിനെ ഫിനിഷ് ചെയ്ത് ഷോൾഡറുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഭാഗം വരെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കാരണം ഒരുപാട് ലെങ്ത് ആയി പോകാത്ത രീതിയിൽ തൊട്ടടുത്ത ദിവസം തന്നെ എങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം, ആ മെഷർമെൻറ്റ് എങ്ങനെ അടയാളപ്പെടുത്താം, സ്ലിറ്റിനെ എങ്ങനെ തയ്ക്കാം, ഫിനിഷായിട്ട് സ്ലിറ്റിനെ എങ്ങനെ തയ്ക്കാം എന്നുള്ളതും അടുത്തൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ നെക്കിനെ എങ്ങനെ കട്ട് ചെയ്യാം, കാരണം ബിഗിനേഴ്സിനും കൂടി ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ആ ചുരിദാറിൻ്റെ ലൈനിങ്ങും മെയിൻ പീസും മാത്രം വെച്ചിട്ട് എക്സ്ട്രാ ഒരു പീസിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് അതിലേക്ക് ക്യാൻവാസിനെ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ വെച്ച് അയൺ ചെയ്ത് എക്സ്ട്രാ വെക്കുന്ന ഒരു ഇതൊക്കെയുണ്ട്. അതൊട്ടും അറിയാത്തവർക്കൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വേറൊരു ഡ്രസ്സിലോ അത് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും അറിയാത്ത ഒരാൾക്ക് അവരുടെ അളവുള്ളൊരു ചുരിദാറിൽ നിന്നും അളവെടുത്തിട്ട് എങ്ങനെയാണ് ആ അളവെടുക്കുന്നതെന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് ആ അളവെടുത്ത് വെച്ചത് നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതെന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളത് സ്റ്റിച്ചിങ്ങിലേക്കാണ്. കാരണം ഈ ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നത് നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് സമയം കണ്ടിരിക്കുമ്പോൾ വീഡിയോ ലെങ്തായി പോകും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു കാണാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഓരോരോ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ചുരിദാർ അല്ലെങ്കിൽ ഒരു ടോപ്പ് തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു ലൈനിങ്ങിന്, ഞാൻ വേറൊരു കളറാണ്, മെയിൻ പീസ് ഇതാണെങ്കിൽ ഞാൻ ലൈനിങ് ഇതാണ് എടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ലൈനിങ് ആയിരുന്നു ഉള്ളത്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ലൈനിങ്ങും മെയിൻ പീസും ഒരേ കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് അത് കാണുമ്പം ചിലപ്പം എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം ഞാൻ മെയിൻ പീസിൻ്റെ ലൈനിങ് പീസിൽ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു കഴുത്തിനെ ഒന്ന് കട്ട് ചെയ്യുക. ലൈനിങ്ങിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എക്സ്ട്രാ ഒക്കെ കട്ട് ചെയ്യാൻ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാമല്ലോ, 2 ഒരു പോയിൻ്റ് കണ്ടോ, 2.25. പിന്നെ താഴേക്ക് ഞാനൊരു 6 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. നോർമലി എല്ലാവർക്കും അത്രയും മതി കേട്ടോ. ആവറേജ് ഹൈറ്റുള്ള ഒരാൾക്ക് 6 ഇഞ്ച്, ഒരുപാട് ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾക്കാണെങ്കിൽ 2.5 ഇഞ്ച് കഴുത്തകലവും 6.5-7 ഇഞ്ച് കഴുത്തിറക്കവും എടുക്കാം. അങ്ങനെ ഞാനൊരു സ്ക്വയർ നെക്കിൻ്റെ സ്ട്രെയിറ്റ് വെട്ടിയിട്ട് ജസ്റ്റ് 6 വന്ന് ഇവിടെ നിന്നു. പിന്നെ ഒരു 4 ഇഞ്ച് കൂടി ഇങ്ങോട്ട് എടുക്കും. അതല്ല നിങ്ങൾക്ക് ഒരുപാട് കഴുത്ത് ഇറങ്ങണ്ട എന്നുള്ളവരാണെങ്കിൽ 5.5 ഇവിടെ നിർത്തുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് താഴേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു നെക്ക് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക്, നമ്മളിത് തുണി വെട്ടിയ സമയത്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബാക്കിൻ്റെ ഇറക്കം അത്രയും എടുക്കാം. നിങ്ങൾക്ക് 6 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ 6 എടുക്കുക, 7 എടുക്കണമെങ്കിൽ 7 എടുക്കുക, എത്ര വേണേലും എടുക്കുക. ഇനി ഇറക്കം തീരെ കുറച്ച് മതിയെന്നുള്ളവർക്ക് 5 5.5 4 ഒക്കെ എടുക്കുക. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ആവശ്യമുള്ളത് അങ്ങനെ ബാക്ക് നെക്കിനെയും നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ഫ്രണ്ട് നെക്കിനെയും കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബാക്ക് നെക്കിനെയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ടേപ്പിൽ ഇഞ്ചും സെൻറ്റിമീറ്ററും ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നത്. ഇതാണ് നമുക്ക് ഇഞ്ചെന്ന് പറയുന്നത്. ഈ വലിയ അളവിനെയാണ് നമ്മൾ ഇഞ്ചെന്ന് പറയുന്നത്. ഇതേ ടേപ്പിൽ തന്നെ നമുക്ക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിനെ അളന്നെടുക്കേണ്ട ഒരു മെത്തേഡും ഉണ്ട്. ഇതാണ് നമ്മുടെ സെൻറ്റിമീറ്റർ, 1 2 3 അടുത്തടുത്ത് വരുന്നത്. അപ്പം നമ്മൾ ഇഞ്ചിലായിരിക്കും ഈ നെക്കിൻ്റെയൊക്കെ അളവൊക്കെ വരയ്ക്കുന്നത്. അപ്പം ഞാൻ 6 ഇഞ്ച് ഫ്രണ്ട് നെക്കും 2.25 ഇഞ്ച് അകലവും അതുപോലെ തന്നെ 5 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ലെങ്തും 2.25 ഇഞ്ച് അകലത്തിലും ലൈനിങ്ങിനെ കഴുത്തിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ തയ്ച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പം നമ്മൾ ഉടുപ്പ് വെട്ടുന്ന സമയത്ത് കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം എല്ലാം നമ്മൾ മെയിനായിട്ടുള്ള ഭാഗങ്ങളിൽ ഡാർട്ടുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെയും ബി ഷേപ്പിലൊരു ഡാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നമ്മൾ കട്ട് ചെയ്ത ലൈനിങ്ങിനെ എടുത്തിട്ട് ഈ ഡാർട്ടിൻ്റെ 2 ഇടത്തേക്കും സെയിം അളവിൽ വരുന്ന രീതിയിൽ ഈ നെക്കിനെ എടുത്തൊന്ന് വെച്ച് കൊടുക്കുക. കാണാമല്ലോ, ഈ ഡാർട്ടിൽ നിന്നും
ഇങ്ങോട്ടുമുള്ള അകലം സെയിം ആയിരിക്കണം. അങ്ങനെ ഞാൻ ദേ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ നല്ല വശമാണിത്, മെയിൻ പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ്ങിനെ എടുത്ത് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളിത് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ പ്രസ്സർ വീതിയിൽ ഇതിനെ അടിക്കുന്നു. ഈ പോയിൻറ്റിൽ കൊണ്ടുവന്ന് സൂചി ഇറക്കി നിർത്തുക. ശേഷം പ്രസ്സർ പൊക്കി തുണി ചരിച്ച് കൊടുത്തിട്ട് എപ്പോഴും സൂചി ഇറക്കി നിർത്തിയതിന് ശേഷം മാത്രമേ പ്രസ്സർ പൊക്കുകയും തുണിയെ ചരിക്കുകയും ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുക. അതേ സെയിം മെത്തേഡ് സൂചി ഇറക്കി നിർത്തി പ്രസ്സർ പൊക്കി ആ തുണിയുടെ പൊസിഷനിലേക്ക് ചരിച്ച് കൊടുത്ത് ഇതിങ്ങനെ തയ്ച്ചെടുക്കാം. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇതേണ്ടേ ഞാൻ നേരെ തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് സൂചി ഇറക്കി നിർത്തിയിട്ട് പ്രസ്സർ പൊക്കിയിട്ട് തുണിയെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ലെവലിൽ ഇത് ഇങ്ങോട്ട് തയ്ച്ച് വരിക. ഈ പോയിൻ്റ് കൊണ്ടുവന്ന് സൂചി ഇറക്കി നിർത്തുക. അതിനുശേഷം വീണ്ടും പ്രസ്സർ പൊക്കുക. തുണിയെ നമ്മളിങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. ചരിച്ച് വെച്ചിട്ട് ഈ ലെവലിലേക്ക് തയ്ച്ച് കൊണ്ടുവരും. ഇവിടെയും സൂചി ഇറക്കി നിർത്തിയിട്ട് മുകളിലേക്ക് തയ്ക്കുക. മനസ്സിലായി കാണുമല്ലോ. നമ്മളതിനെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാമല്ലോ, കണ്ടോ? ഒരു പോയിൻറ്റിൽ നിർത്തി ഇങ്ങനെ. ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ തയ്യൽ തുമ്പ് വിട്ട് ഉള്ള ഭാഗം കട്ട് ചെയ്യുക. നമ്മൾ തയ്ക്കുമ്പോൾ ഒരു തയ്യൽ തുമ്പ് ഉണ്ടാകുമല്ലോ, ആ ഒരു ഭാഗം വിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പിലേക്ക് കയറാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ നമ്മളിതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. കണ്ടല്ലോ. ഇനി നമ്മളിത് ഈ തയ്ച്ച ഭാഗങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ തയ്യലിലേക്ക് കയറാത്ത രീതിയിൽ കട്ടിങ് കൊടുക്കുക. ഇവിടെ ഇത്തിരി തയ്യൽ കയറിയിട്ടുണ്ട്, അത് ഞാൻ തയ്ച്ച് മാറ്റിക്കുക. അങ്ങനെ അറിയാണ്ട് തയ്യൽ കയറിപ്പോയാൽ നിങ്ങൾ ഇച്ചിരിയും കൂടി ഇങ്ങനെ എടുത്ത് കൊണ്ടുവരിക. ഞാൻ വീഡിയോയിലോട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്തപ്പം ചെറുതായിട്ട് കയറി. നമ്മൾ തയ്യൽ കയറാൻ പാടില്ല എങ്കിൽ ഇത് എൻഡ് വരെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മൾ ചരിച്ച് കട്ടിങ് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ നോച്ചുകളെന്ന് പറയുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ മാത്രം ഒന്ന് കയറിയിട്ടുണ്ട്. അത് ഞാൻ ഒരു പോയിൻ്റ് ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ തയ്ച്ചിറക്കുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കും. അപ്പോൾ ഇത്രയും നോച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ ഈ ലൈനിങ് പീസിനെ മാത്രം അകത്തേക്ക് മടക്കി എടുത്ത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ലൈനിങ്ങിനെ അകത്തേക്ക് ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. ഈ നോച്ച് കൊടുക്കുന്നത് ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ലെവലായിട്ട് അല്ലെങ്കിൽ ചുളുക്കമില്ലാതെ കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോച്ചുകൾ കൊടുക്കുന്നത്. അങ്ങനെ തിരിച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഈ എൻഡിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അയൺ ചെയ്ത് ഈ ലൈനിങ് പീസ് മുന്നോട്ട് കയറി വരാത്ത രീതി വെക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യമൊക്കെ സെയിം കളർ നൂലിട്ടിട്ട് ഇങ്ങനെ ഈ എൻഡിൽ കൂടി ഒരു തയ്യൽ തയ്ച്ച് നമ്മൾ തയ്ച്ചതുപോലെ തന്നെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് പീസും കൂടെ ഒന്ന് തയ്ച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ബാക്ക് പീസിനെ ഞാൻ അതേ ലെവലിൽ നല്ല വശത്തേക്ക് ലൈനിങ്ങിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു പ്രസ്സർ വീതിയിൽ തയ്ച്ച് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ റൗണ്ട് നെക്ക് തയ്ക്കുമ്പം അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. നമ്മൾ റൗണ്ട് നെക്ക് തയ്ച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വരെ നമുക്ക് സൂചി ഇറക്കി നിർത്തുക. അതിനുശേഷം നമ്മൾ തയ്ക്കുമ്പോൾ ഈ ഒരു ഫ്ലോയിൽ ഇവിടെ വരെ ഇങ്ങ് തയ്ച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. സൂചി നിർത്താണ്ട് ഈ ലെവൽ, ഈ ഒരു കർവ് അല്ലെങ്കിൽ വളവ് വരുന്ന ഭാഗം സൂചി എവിടെയും ഈ ഭാഗത്തൊന്നും ഇറക്കി നിർത്താതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാതെ തയ്ച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ലെവലായിട്ട് ഈ ഒരു കഴുത്ത് കിട്ടും. അതല്ല നിങ്ങൾ ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ഈ മൂലയിൽ കൊണ്ടുവന്ന് സൂചി ഇറക്കിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിനൊരു ചെറിയ ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നിക്കും. കറക്റ്റ് റൗണ്ട് അവിടെ കിട്ടത്തില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നോക്കിക്കോന്നേ, കണ്ടോ? നമ്മളിങ്ങനെ വളച്ച് തയ്ച്ച് ഇങ്ങ് കൊണ്ടുവന്നേ നിർത്താവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു ഭാഗം, ഈ ഒരു കാണാവോ, ഇത് ഇങ്ങനെ വരുന്ന ഈ ഒരു വളഞ്ഞു വരുന്ന ഈ ഒരു ഭാഗത്ത് എവിടെയും നിർത്താതെ ഇവിടെ വരെ തയ്ച്ച് കൊണ്ടുവരാം.
അത് നമ്മൾ 1-2 ദിവസം അറിയാത്തവരുടെ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് തയ്ച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇതേണ്ടേ കണ്ടോ, ഈ ഒരു ഫ്ലോയിൽ തയ്ച്ച് വരിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇവിടെയെങ്ങും സൂചി ഇറക്കി നിർത്താത്ത രീതിയിൽ തയ്ച്ച് വരിക. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെയും നേരത്തെ ചെയ്തതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിനെ മാത്രം അകത്തേക്ക് തിരിച്ചിടുക. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ബാക്ക് നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം കാണാം. നമ്മളങ്ങനെ ഇതിനെയും ഒന്ന് തിരിച്ച് നോച്ചൊക്കെ കൊടുത്ത് തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ട് ഇങ്ങനെ നല്ല റൗണ്ടിൽ കഴുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് സൂചി ഈ ഒരു വളവിൻ്റെ ഭാഗത്തെങ്ങും നിർത്തരുതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഷോൾഡറുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതൊന്ന് നോക്കാം. നമുക്ക് 2 മെത്തേഡുണ്ട്. സാധാരണ നമ്മൾ ഈ ഫിനിഷ് ചെയ്ത 2 പാർട്ടുകളെയും കൂടി എടുക്കുക. എന്നിട്ട് അതുങ്ങളെ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം ഈ ഷോൾഡറുകളെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് തുമ്പ് പുറത്തിരിക്കും. കാരണം അകവശം നോക്കുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു തുമ്പുണ്ടാകും. അപ്പോൾ അതില്ലാതിരിക്കുന്നത് അങ്ങനെ തയ്ക്കാൻ നിങ്ങൾക്ക് സാധാരണ അറിയാവുന്നൊരു കാര്യമല്ലേ. 2 ഞാൻ അതെങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതേണ്ട ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതിൻ്റെ ഷോൾഡറുകളെ തമ്മിൽ നമുക്കിത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ ഒരു തയ്യൽ തയ്ച്ച് കൊടുക്കുക. ഉണ്ട്, ഇങ്ങോട്ട് തയ്ക്കുക. അതുപോലെ ഈ ഒരു ഭാഗവും ഇങ്ങനെ തയ്ക്കുക. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഈ തുമ്പിനെ നമുക്ക് പുറമെ കാണാൻ പറ്റും. അത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലോ. ഇങ്ങനെ കൂട്ടി തയ്ക്കുക, ഇവിടെ കൂട്ടി തയ്ക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് എന്താ പറയുക, ആം ഹോളിനെ ഒന്ന് ഫിനിഷ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഷോൾഡർ വിഡ്ത്ത് ഉണ്ടോ അതേ അതിൽ കൂടുതലാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നിങ്ങൾ സ്ലീവിനെ അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. 2 ഷോൾഡറുകളെയും ഫിനിഷ് ചെയ്തതിന് ശേഷം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡറിൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യാൻ നോക്കാം. നമ്മൾ തയ്ച്ച് മറിച്ചിട്ടിരുന്ന ആ ഒരു ലൈനിങ്ങിനെ ഒന്ന് നൂത്തെടുക്കുക. കണ്ടോ, ഇതിൻ്റെ ലൈനിങ്ങിനെയും നൂത്തു. നല്ല വശങ്ങളെയും ഇതിങ്ങനെ കാണുമ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കണം. ലൈനിങ്ങുകളും ഒരേപോലെ ഇരിക്കണം. എന്നിട്ട് ഈ ജോയിൻ്റ് വരുന്ന ഭാഗം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ജോയിൻ്റ് വരുന്ന ഈ ഒരു ഭാഗം ഇവിടെ ചേർത്ത് നിർത്തുക. എന്നിട്ട് നീളത്തെ ഒരു തയ്യൽ ഇങ്ങോട്ടിങ്ങ് തയ്ക്കുക. അങ്ങനെയാണെന്ന് തയ്ച്ച് കാണിച്ചു തരാം. ഒരു ഭാഗം ഇത് 2ഉം അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ തന്നെ വേറൊരു മെത്തേഡുണ്ട്. അത് നമുക്ക് വേറൊരു ഡ്രസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുക കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങ് തയ്ച്ച് വരിക. കാണിച്ചു തരാം. ഞാനീ ക്യാമറ പിടിക്കുകയും ഇത് 2ഉം കൂടെ ചെയ്യുന്നത് കൊണ്ടാണ്. ഇതേ കണ്ടോ, ഇതേ ലെവലിൽ ഇത് നൂത്ത് തന്നെ ഇട്ട് നമ്മൾ തയ്ച്ചു. കാണാമല്ലോ, ഈ തുമ്പുകൾ കറക്റ്റായിട്ടിരിക്കണം. ഞാനിതിങ്ങനെ ക്യാമറയും കൂടെ പിടിച്ച് ചെയ്തതുകൊണ്ട് ഇതിന് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയില്ല. എന്നാലും ഞാൻ നിങ്ങളെ നൂത്ത് കാണിക്കാം. ഇതേ ലെവലിൽ തന്നെ അടുത്തതിനെയും നമുക്കൊന്ന് തയ്ക്കാം. നമ്മളിങ്ങനെ നൂത്ത് വെച്ച് ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വശവും അതേപോലെ നൂത്ത് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമൽ രീതിയിൽ ചുരിദാറിനത് ഇങ്ങനെ തിരിച്ചിങ്ങെടുക്കുക. കണ്ടോ, തിരിച്ചെടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ലൈനിങ് ഇത് കണ്ടോ, ഉള്ളിൽ തുമ്പെല്ലാം അകത്ത് പോയിട്ടുണ്ട്. കാണാമല്ലോ. എന്നിട്ട് ഇനി നമുക്കിതിനെ ഒതുക്കി വെച്ചതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ഫിനിഷായി ഇട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളേ ഒരു തയ്യൽ വേണേൽ കൊടുക്കുക. എൻ്റെ കൂടെ ഞാൻ 2ലും എൻ്റെ അടിയൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നൊരു മെത്തേഡിൽ നമ്മൾ ഫ്രണ്ട് പീസിനെ ഫിനിഷ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും, എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാവരും ഓർക്കും മിസ് ഇതുവരെ ഇങ്ങനൊരു ടിപ്സ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞു തന്ന രീതി ഞാൻ അടുത്തൊരു വീഡിയോയിൽ എൻ്റെ യൂട്യൂബിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കും. പക്ഷേ ഇന്ന് ഓൾറെഡി എൻ്റെ ഉള്ള ലൈവിലുള്ള എല്ലാ സ്റ്റുഡൻസും ഈ ഒരു മെത്തേഡും കൂടി ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പം എന്തേ കണ്ടോ, ഇതെല്ലാം നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകവശമൊക്കെ നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ
സ്ലീവിനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്ലീവിനെ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്ലീവ് എല്ലാം തയ്ച്ച് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് വേറൊരു കാര്യവും കൂടി ചെയ്യാനുണ്ട്. അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ചുരിദാറിനെ കറക്റ്റ് ഈക്വലായിട്ട് മടക്കുക, ഷോൾഡറുകൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക. അതിനുശേഷം നമ്മളത് ഈ ഒരു ഷോൾഡർ വിഡ്ത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3.25 ഇഞ്ച് ഷോൾഡർ വിഡ്ത്ത് നിന്നാൽ മതിയാകും. 3 ഇഞ്ച് നമുക്ക് ആവശ്യത്തിനും 4 ഇഞ്ച് തയ്യൽ തുമ്പിന്. അധികം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഇതിനത് ഇങ്ങനെ നമ്മളൊന്ന് ഒതുക്കി വിട്ട് കൊടുക്കുക. കണ്ടോ, ഈ ലെവലാക്കി എടുക്കുക. ഇങ്ങോട്ടൊന്നും കുഴിച്ച് വെട്ടാനല്ല പറഞ്ഞത്, ഈ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിരിക്കും നമ്മൾ സ്ലീവിനെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഷോൾഡറുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ബാലൻസ് ഭാഗവുമായി വരും വരെയും ബൈ ബൈ.